നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഡെയിലി നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും അതിലെ സാങ്കത്യങ്ങളൊന്നും നമ്മൾ ഒരുപാട് ചെക്ക് ചെയ്യാറില്ല. നമുക്കത് ചെയ്യണം, അതാണ് നിയമം. റോഡിൻ്റെ വലതുവശം ചേർന്ന് വേണം നടക്കാൻ, വാഹനങ്ങൾ ഇടതുവശം ചേർന്ന് വേണം പോകാൻ. എന്തിനാണ് അങ്ങനെ റൂള്? കാരണം വാഹനം ഇടതുവശം ചേർന്ന് വരുമ്പോൾ ആ വാഹനത്തിലെ ഡ്രൈവർ വലതുവശമാണ് ഇരിക്കുന്നത്. ആ സൈഡ് അദ്ദേഹത്തിൻ്റെ ഇടതുവശത്തെ വിസിബിലിറ്റി അല്പം കുറവായിരിക്കും. നമ്മൾ വലതുവശം ചേർന്നാണ് നടന്നു പോകുന്നതെങ്കിൽ അങ്ങനെ വരുന്ന വാഹനങ്ങൾ എപ്പോഴും നമ്മുടെ കൺമുന്നിലുണ്ടാവും. നമ്മൾ ഇടതുവശം ചേർന്നാണ് നടക്കുന്നതെങ്കിൽ അങ്ങനെ ചേർന്ന് വരുന്ന വാഹനങ്ങൾ നമ്മുടെ പുറകിലായിരിക്കും, നമുക്ക് കാണാൻ പറ്റില്ല. ഡ്രൈവർക്ക് ചെറിയ തെറ്റ് പറ്റിയാൽ പോലും നമുക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ വലതുവശം ചേർന്ന് നടക്കണമെന്ന് പറയുന്നത്. കാരണം ഇടതുവശം ചേർന്ന് വരുന്ന വാഹനങ്ങൾ നമ്മുടെ അടുത്തേക്ക് ചേർന്ന് വന്നാൽ അത് നമ്മുടെ മുമ്പിൽ കൂടെയാണ് നമ്മളെ ക്രോസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചാടി രക്ഷപ്പെടാം. ഇവിടെ മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷനിൽ മെഡിക്കേഷൻസ് ആർ അഡ്മിനിസ്ട്രേറ്റ് സേഫ്ലി എന്ന് പറഞ്ഞിടത്ത് ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് കമ്മിറ്റ്മെൻ്റ് ആണ്. അതിങ്ങനെയാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്: മെഡിക്കേഷൻസ് ആർ അഡ്മിനിസ്ട്രേറ്റ് ബൈ ദോസ് ഹൂ ആർ പെർമിറ്റഡ് ബൈ ലോ ടു ഡു സോ. നിയമപരമായി രജിസ്റ്റേർഡ് നേഴ്സിനോ ഡോക്ടർക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്പെഷ്യലായിട്ട് ഓതറൈസ് ചെയ്യപ്പെട്ട സ്റ്റാഫുകൾക്കോ ആണ് മരുന്ന് ഒരു രോഗിക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. പിന്നെ അവിടെ ഒരു ചോദ്യമുണ്ട് കേട്ടോ, കഥയിൽ ചോദ്യമില്ലെന്നാണ്. നമ്മുടെ സ്റ്റുഡൻസൊക്കെ എങ്ങനെയാണ് പഠിക്കുക, അവരുടെ എക്സാമൊക്കെ എങ്ങനെയാണ് നടത്തുക? സാരമില്ല, ചോദ്യം നമ്മൾ മാത്രമേ കേട്ടുള്ളൂ, പുറത്താരും കേട്ടില്ല. ഓക്കെ, രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കണം, മിനിമം MBBS എങ്കിലും ഉള്ള ക്വാളിഫൈഡ് ഡോക്ടർ ആയിരിക്കണം എന്നൊക്കെയാണ് ഇവിടുത്തെ ഇൻ്റർപ്രിട്ടേഷനിൽ നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ളത്. നമുക്ക് അങ്ങനെ തന്നെ ഇതിനെ മനസ്സിലാക്കാം. NABHൻ്റെ സർട്ടിഫിക്കേഷൻ അല്ലെ അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എങ്ങനെയാണ്? മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന നിയമപരമായി പെർമിറ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം എന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്ത ഒരു ഡോക്ടർ ആയിരിക്കണം, രജിസ്റ്റർ ചെയ്ത ഒരു നേഴ്സ് ആയിരിക്കണം എന്നത്. MOM 7A ഇത് ഞാൻ അധികം വിശദീകരിച്ച് കുളമാക്കുന്നില്ല, കാരണം വിശദീകരിക്കാൻ പോയാൽ അവിടെ ഒത്തിരി കോൺട്രവേഴ്സി വരാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ: നിയമപരമായി ഗവൺമെൻറ് ഓർഡറുകളൊക്കെ ഉണ്ട് ഈ വക കാര്യങ്ങളിൽ. പലപ്പോഴും ആരാ ഇത് ചെയ്യേണ്ടതെന്നുള്ളത് അതനുസരിച്ച് നമ്മുടെ ആശുപത്രി ഇത് പാലിക്കണം. നേഴ്സസ് ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഒരു ഇൻസ്പെക്ഷൻ സമയത്ത് ഇതൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടാവണം.